ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇന്ത്യയിലെ വ്യവസായങ്ങളെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ വ്യവസായങ്ങൾ തന്നെ രണ്ട് രീതിയിലുള്ള വ്യവസായം ഉണ്ട് അല്ലേ. ഒന്ന് കൃഷി അധിഷ്ഠിത വ്യവസായവും രണ്ടാമത്തെ ധാതു അധിഷ്ഠിത വ്യവസായവും. അതിൽ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇന്ത്യയിലെ കൃഷി രീതികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ തുടക്കം എന്ന നിലയിൽ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് എന്തിലാണ്? കൃഷി എന്ന നിലയിലല്ല, വ്യവസായം എന്ന നിലയിലായതുകൊണ്ട് വീണ്ടും നമ്മളൊന്നും അത് വേഗത്തിൽ പറഞ്ഞു പോകുന്നതും ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യ വികസിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്? ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വിഭവങ്ങൾ ആദ്യം വികസിപ്പിക്കണം അല്ലേ. നമ്മൾ കൂടുതൽ വിഭവങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ കൃഷിയിലൂടെ ആയാലും മറ്റും അസംസ്കൃത വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇത് അങ്ങും ഇങ്ങും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗതാഗതം, വാർത്താവിനിമയം എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്? ഉപയോഗപ്പെടുത്തണം. അത് കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കേണ്ടതുമുണ്ട് അല്ലേ. ഗതാഗത സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തേണ്ടതുമുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ കൃഷിയും അതുപോലെ വ്യവസായവും വളരെ മുന്നോട്ട് പോവുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ കൃഷിയെയും അതുപോലെ വ്യവസായത്തെയും മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നു. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തത് കൃഷിക്കാണ്, അണക്കെട്ടുകൾക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തത് ആർക്കാണ്? വ്യവസായത്തിനാണ് അല്ലേ. അതിലൂടെ മാത്രമേ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ? മുൻപോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇനി ഏതൊരു വ്യവസായ സംരംഭമായാലും അതിന് അനുകൂല സ്ഥാനനിർണയ ഘടകങ്ങൾ എന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അനുകൂലമായ സ്ഥാനനിർണയ ഘടകങ്ങൾ എന്ന ഒന്നുണ്ട്. വ്യവസായങ്ങളുടെ സ്ഥാനനിർണയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. അതായത് ഓരോ വ്യവസായവും എവിടെയായിരിക്കുക നിലനിൽക്കുന്നത്? ഏത് ഭാഗത്താണോ അതിൻ്റെ അസംസ്കൃത വസ്തു കിട്ടുന്നത് അവിടെയായിരിക്കും എന്തുണ്ടാവുക? ആ വ്യവസായം ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ നമ്മൾ മുംബൈ കോട്ടണോപോളിസ് എന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ ചുറ്റൂടും പരുത്തിയുടെ വ്യവസായം ഉള്ളത് തന്നെ അവിടെ അതിൻ്റെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയുണ്ട്. അത് മാത്രമല്ല, ആ വ്യവസായം അല്ലെങ്കിൽ ആ കൃഷി അവിടെ ഉണ്ടാവണം പറഞ്ഞാൽ എന്ത് വേണം? രണ്ടാമത് നമുക്ക് അവിടുത്തെ ക്ലൈമറ്റ്, കാലാവസ്ഥ കറക്റ്റായിരിക്കണം. എല്ലാവിടെയും എന്താ ഉണ്ടാവില്ല? നമ്മളൊരു കൃഷി ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ത്യയിലത്തെ പല സ്ഥലത്തിലെയും കാലാവസ്ഥ പലതായതുകൊണ്ട് തന്നെ എല്ലാ കൃഷിയും നമുക്ക് എല്ലാവരുടെയും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ കാലാവസ്ഥ എന്നത് ഒരു പ്രധാന കാര്യമാണ്. അതുപോലെ ജലലഭ്യത. ഓരോ കൃഷിക്കും ഓരോ വിളയ്ക്കും ഇത്ര വെള്ളം വേണം, ഇത്ര മഴ വേണം, ഇത്ര വെയിൽ വേണം എന്നിങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? അതിനനുസരിച്ചുള്ള ജലലഭ്യത ആവശ്യമാണ്. അനുയോജ്യമായ ഭൂപ്രകൃതി, അതിന് വേണ്ട ഭൂപ്രകൃതി, ആ കൃഷി അവിടെ ചെയ്യാൻ വേണ്ട ഭൂപ്രകൃതി അല്ലെങ്കിൽ ആ വ്യവസായം അവിടെ ചെയ്യാൻ വേണ്ട ഭൂപ്രകൃതി ആവശ്യമാണ്. ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വേണം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ഒരു വ്യവസായം തുടങ്ങുകയാണ് പറഞ്ഞാൽ നമുക്ക് ഗതാഗതം അത്യാവശ്യമാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ട്? അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരാനായാലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനായാലും കയറ്റുമതി ചെയ്യാനായാലും ഒക്കെ നമുക്ക് ഗതാഗതവും അതുപോലെ വാർത്താവിനിമയ സൗകര്യങ്ങളും ആവശ്യമാണ്. മനുഷ്യ വിഭവ ലഭ്യത അത്യാവശ്യമാണ്. മനുഷ്യന്മാരില്ലാത്ത ഒരു ഭാഗത്ത് കൊണ്ടുപോയി നമ്മൾ വ്യവസായം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ചെയ്യാൻ വേണ്ട മനുഷ്യ വിഭവ ലഭ്യതയും നമുക്ക് അത്യാവശ്യമായ ഒന്നാണ്. അതുപോലെ ഊർജ വിഭവത്തിൻ്റെ ലഭ്യതയും. അപ്പോൾ ഒരു വ്യവസായം തുടങ്ങണം പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്? അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ആവശ്യമാണ്, അനുയോജ്യമായ കാലാവസ്ഥ വേണം, ജലലഭ്യത വേണം, അതിനനുയോജ്യമായ ഭൂപ്രകൃതി വേണം, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വേണം, മനുഷ്യ വിഭവ ലഭ്യത വേണം, ഊർജ വിഭവത്തിൻ്റെ ലഭ്യത വേണം. ഇവയൊക്കെയാണ് നമുക്ക് എന്ന് പറയുന്നത്? ഒരു വ്യവസായം തുടങ്ങാൻ അത്യാവശ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ നമ്മുടെ അസംസ്കൃത വസ്തുക്കളെ അടിസ്ഥാനമാക്കി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യവസായങ്ങളെ പ്രധാനമായി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കൃഷി അധിഷ്ഠിത വ്യവസായം എന്നും രണ്ട് ധാതു അധിഷ്ഠിത വ്യവസായം എന്നും. അതിൽ കൃഷി അധിഷ്ഠിത വ്യവസായത്തിൽ വരുന്നതാണ് പരുത്തിത്തുണി വ്യവസായം, ചണ വ്യവസായം, കമ്പിളി വ്യവസായം, പട്ടുനൂൽ വ്യവസായം, പഞ്ചസാര വ്യവസായം, കടലാസ് വ്യവസായം എന്നിവയെല്ലാം. പരുത്തി കൃഷിയിൽ നിന്ന് നമ്മൾ പരുത്തിത്തുണി വ്യവസായം, ചണത്തിൽ നിന്ന് ചണ വ്യവസായം, കമ്പിളി വ്യവസായം ഏതിൽ നിന്നാണ് വരുന്നത്? ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി വ്യവസായം,
പട്ടുനൂൽ നിന്ന് പട്ടുനൂൽ വ്യവസായം, കരിമ്പിൽ നിന്ന് പഞ്ചസാര വ്യവസായം, കടലാസ് ഏതിൽ നിന്നെല്ലാം നടക്കുന്നുണ്ട്, മുള, അതുപോലെ കരിമ്പിൻ്റെ ചണ്ടി, അവയിൽ നിന്നെല്ലാം കടലാസ് വ്യവസായം എന്നിങ്ങനെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളുണ്ട്. ഇനി ധാതു അധിഷ്ഠിതമായാലോ ഇരുമ്പുരുക്ക് വ്യവസായം, സിമന്റ് വ്യവസായം, അലുമിനിയം വ്യവസായം, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇവയെല്ലാം ധാതു അധിഷ്ഠിത വ്യവസായത്തിൽ വരുന്നത്. ഈ ധാതു അധിഷ്ഠിതത്തിൽ തന്നെ ലോഹധാതു, അലോഹധാതു എന്നിങ്ങനെ 2 രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൃഷി അധിഷ്ഠിത വ്യവസായത്തിലേക്ക് നോക്കാം. കൃഷി അധിഷ്ഠിത വ്യവസായം, പരുത്തി തുണി വ്യവസായം. നമ്മൾ പരുത്തി തുണിയെക്കുറിച്ചിട്ട് പരുത്തി കൃഷിയെക്കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ കൂടി ഞാൻ പറഞ്ഞു, എന്താണ് നമ്മളിപ്പോൾ എടുക്കുന്നത് വ്യവസായം എന്ന ടോപ്പിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ് അല്ലേ. ഇന്ത്യയിലെ പരുത്തി തുണി വ്യവസായത്തിൻ്റെ ചരിത്രം എന്ന് തുടങ്ങിയതാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ സിന്ധു നദീതട സംസ്കാരം മുതൽ തുടങ്ങിയതാണ് നമ്മുടെ ഇന്ത്യയിലെ പരുത്തി തുണി വ്യവസായത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ലോകത്ത് ആദ്യമായി പരുത്തി കൃഷി ചെയ്ത ജനവിഭാഗം എന്ന് പറയുന്നത് സിന്ധു നദീതട നിവാസികളാണ്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരം മുതൽ തുടങ്ങിയതാണ് ഈ പരുത്തി തുണി വ്യവസായം. അപ്പോൾ സിന്ധു നദീതട നിവാസികളാണ് ലോകത്ത് ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്തത്. ലോകസഞ്ചാരിയായ മാർക്കോ പോളോയുടെ യാത്രാ വിവരണങ്ങളിൽ ഭാരതത്തിലെ പരുത്തി തുണികളുടെ മേന്മയെക്കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന് അടിസ്ഥാനം കുറിച്ചത് പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന് അടിസ്ഥാനം കുറിച്ചത് എന്താണ്? പരുത്തി തുണി വ്യവസായമാണ്. ഇന്ന് രാജ്യത്ത് നിലവിലുള്ള പരുത്തി മില്ലുകളിൽ ഭൂരിഭാഗവും ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. എവിടേക്കാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രമാണ് മുംബൈ എന്ന് പറയുന്നത്. പരുത്തി തുണി ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അഹമ്മദാബാദാണ്. 1ാം സ്ഥാനം മുംബൈ, 2ാം സ്ഥാനം അഹമ്മദാബാദ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, മഹാരാഷ്ട്രയിലെ നാഗ്പൂർ, ഷോലാപൂർ, പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത, മധ്യപ്രദേശിലെ ഇൻഡോർ എന്നീ സ്ഥലങ്ങളിലും ഡൽഹിയിലുമാണ് പ്രധാന പരുത്തി തുണി വ്യവസായങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പരുത്തി തുണി വ്യവസായത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പരുത്തി കൃഷിയെക്കുറിച്ച് അതിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം എന്ന് പറയുന്നത്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ്. പരുത്തി ഒരു ഖാരിഫ് വിളയാണ്. പരുത്തി ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ പരുത്തിയാണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. എന്തുകൊണ്ട് മുംബൈ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നു എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മുംബൈ തുറമുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അത് പഠിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണ് മുംബൈ തുറമുഖമുള്ളതെന്നും മുംബൈ തുറമുഖത്തിൻ്റെ തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നവശേവ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖം കൊണ്ടുവന്നത് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വൻതോതിൽ പരുത്തി ഉൽപ്പാദനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്ഥലം എന്ന് പറയുന്നത് മുംബൈയാണ്. 1854 വൻതോതിൽ പരുത്തി ഉൽപ്പാദനം അവിടെ ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിതമായത് എവിടെയാണ്? ഫോർട്ട് ഗ്ലോസറിലാണ്. 1818 കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിതമായത്. കൊൽക്കത്തയിൽ. ഇന്ത്യയിൽ പരുത്തി ഉൽപ്പാദനം വൻതോതിൽ ആരംഭിച്ചത് മുംബൈയിലാണ്. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം മുംബൈയാണ്. മുംബൈ അങ്ങനെ ആയി മാറാൻ കാരണം എന്തൊക്കെയാണ്? അതിന് ചുറ്റിൽ നിന്നും എന്ത് ലഭിക്കുന്നുണ്ട്? സമീപ പ്രദേശങ്ങളിൽ നിന്നും സുഗമമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, കുറഞ്ഞ നിരക്കിലുള്ള ഊർജ്ജ ലഭ്യത, പിന്നെ മുംബൈ തുറമുഖമാണ് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അതുവഴിയുള്ള കയറ്റുമതി സാധ്യതകൾ, ശുദ്ധജല ലഭ്യത, മനുഷ്യവിഭവ ലഭ്യത എന്നിവയൊക്കെയാണ് പരുത്തി ഉൽപ്പാദനം അല്ലെങ്കിൽ പരുത്തി തുണി വ്യവസായം മുംബൈയിൽ കൂടാൻ അല്ലെങ്കിൽ മുംബൈയെ കോട്ടണോപോളിസ് എന്നറിയപ്പെടാനുള്ള പ്രധാന കാരണമായിട്ട് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം ഏതാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ പരുത്തി തുണി വ്യവസായമാണ്. ഏറ്റവും പഴയ വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തുണി വ്യവസായം ആരംഭിച്ചത് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്. കൊൽക്കത്തയുടെ അടുത്തുള്ള ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്. 1818 ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈയാണ്. ഇന്ത്യയിലെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന മുംബൈയാണ്. ഞാൻ വീണ്ടും പറയുകയാണെന്ന് എനിക്കറിയാം, പക്ഷെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്തും മഹാരാഷ്ട്രയുമാണ്.
പരുത്തി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം കണ്ട്ല തുറമുഖമാണ്. ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ തുറമുഖമാണ്. പരുത്തിയുടെ ജന്മദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാടാണ്. തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലമാണ്. തിരുവിതാംകൂറിലേതാണ് കേട്ടോ ചോദിക്കുന്നത്. തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിതമായ സ്ഥലം ഏതാണ്? കൊല്ലമാണ്. പരുത്തിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഗോസിപ്പിയം ഗിർസൂട്ടം എന്നതാണ്. ഗോസിപ്പിയം ഗിർസൂട്ടം എന്നതാണ് പരുത്തിയുടെ ശാസ്ത്രീയ നാമം. ലോകത്ത് പരുത്തി ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ചൈനയാണ്. ചൈനയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വ്യവസായത്തെക്കുറിച്ച് നോക്കാം. ചണ വ്യവസായം. സുവർണ്ണ നാര് എന്നറിയപ്പെടുന്നതാണല്ലേ ചണം. ചണത്തെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സുവർണ്ണ നാര് എന്നാണ്. ഇന്ത്യയിലെ കൃഷി അധിഷ്ഠിത വ്യവസായത്തിൽ സുപ്രധാന സ്ഥാനമാണ് എന്തിനുള്ളത്? ചണ വ്യവസായത്തിനുള്ളത്. എന്തിനുള്ളത്? ചണ വ്യവസായത്തിനുള്ളത്. സുവർണ്ണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. നമ്മൾ ചണം പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ചാക്കുകൾ ഉണ്ടാക്കാനും കയറുണ്ടാക്കാനും കാർപ്പറ്റ് അതുപോലെ ശില്പങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചണനാരുകൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ചണത്തിന്റെ പ്രധാന ഉൽപാദന മേഖല എന്ന് പറയുന്നത് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ്. ഇന്ത്യയിലെ പ്രധാന ചണോൽപാദന മേഖല ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ്. അതുപോലെ തന്നെ ചണം ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ലോകത്തിൽ 1ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? 1ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിൽ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളിലെ സുപ്രധാന സ്ഥാനമാണ് ചണ വ്യവസായത്തിനുള്ളത്. ചണനൂല്, ചാക്ക്, സഞ്ചി, വസ്ത്രങ്ങൾ, പരവതാനികൾ മുതലായവ അതുപോലെ ശില്പങ്ങൾ മുതലായവയാണ് ചണം കൊണ്ടുള്ള പ്രധാന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. 1854 ഹൂഗ്ലി നദീതീരത്ത് റിഷ്ര എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ചണമില്ല് നിലവിൽ വന്നത്. എവിടെയാണ്? 1854 ഹൂഗ്ലി നദീതീരത്ത് റിഷ്ര എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ചണമില്ല് നിലവിൽ വന്നത്. ഹൂഗ്ലിയുടെ ഇരു കരകളിലുമായി ഏകദേശം 98 കിലോമീറ്റർ ദൂരത്തിൽ ചണ വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇന്ത്യ വിഭജനത്തോടുകൂടി ചണമില്ലുകൾ കൂടുതലും ഇന്ത്യയിലാകുകയും ചണം കൃഷി ചെയ്യുന്ന മേഖലയുടെ 4/3 ബംഗ്ലാദേശിലാവുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ വിഭജനത്തോടുകൂടി ചണമില്ലുകൾ ഇന്ത്യയിലായി. എന്നാൽ എന്ത് ചെയ്യപ്പെട്ടു? ചണം കൃഷി ചെയ്യുന്ന മേഖലയിൽ 4/3 ബംഗ്ലാദേശിലാവുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതായിരിക്കും? അപ്പോൾ നമ്മൾ ബംഗ്ലാദേശിലായി എന്ന് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് പശ്ചിമ ബംഗാളായിരിക്കാം. വംഗദേശം ഗൗഡദേശം എന്നെല്ലാം അറിയപ്പെടുന്നത് ഈ പശ്ചിമ ബംഗാൾ തന്നെയാണ്. സുവർണ്ണ നാര എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ചണമാണെന്ന് പറഞ്ഞാൽ കൊൽക്കത്തയ്ക്കടുത്ത് റിഷ്രയിലാണ് ഇന്ത്യയിലെ ആദ്യ ചണമില്ല് 1855 ആരംഭിച്ചത്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. ചണം ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ്? കൊൽക്കത്തയാണ്. അപ്പം നമ്മൾ ചണം കൃഷി എവിടെയാണെന്നാണ് പറഞ്ഞത്? പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതായിരിക്കാം? കൊൽക്കത്ത തുറമുഖമായിരിക്കും. ചണം വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ലോകത്തിൽ ചണം ഉൽപ്പാദനത്തിലും കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? 2ാം സ്ഥാനമാണുള്ളത്. ചണ വ്യവസായത്തിൽ ലോകത്തിൽ 1ാം സ്ഥാനം വ്യവസായം ഇന്ത്യയിലാണ്. ചണം ഉൽപ്പാദനത്തിൽ ആർക്കാണുള്ളത്? ബംഗ്ലാദേശിനാണ് 1ാം സ്ഥാനമുള്ളത്. അടുത്തത് കമ്പിളി വ്യവസായം. നമ്മൾ പറഞ്ഞു കമ്പിളിയുടെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് എന്താണ്? ചെമ്മരിയാടിൻ്റെ രോമങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിലാണ് കമ്പിളി വ്യവസായശാലകൾ കൂടുതലായിട്ടും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ പഞ്ചാബിലെ അമൃത്സർ, ധർവാള്, ലുധിയാന എന്നിവിടങ്ങളിൽ പ്രധാന കമ്പിളി വ്യവസായ കേന്ദ്രങ്ങൾ. ഇപ്പോൾ പഞ്ചാബിലെ അമൃത്സർ, ധരിവാള്, ലുധിയാന എന്നിവിടങ്ങളിലാണ് പ്രധാന കമ്പിളി വ്യവസായ കേന്ദ്രങ്ങൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ മുംബൈ, ബാംഗ്ലൂര്, ജാംനഗർ, കാൺപൂർ, ശ്രീനഗർ എന്നിവയും കമ്പിളി വ്യവസായ കേന്ദ്രങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് കമ്പിളി വ്യവസായ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്? അമൃത്സർ, ധരിവാൾ, ലുധിയാന, മുംബൈ, ബാംഗ്ലൂര്, ജാംനഗർ, കാൺപൂർ, ശ്രീനഗർ എന്നിവയൊക്കെയാണ് പ്രധാന കമ്പിളി വ്യവസായ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ആധുനിക കമ്പിളി വ്യവസായം ഇന്ത്യയിൽ ആരംഭിച്ചത്
കാൺപൂരിനടുത്ത് ലാൽ ഇൽമിയിലാണ്. എവിടെയാണ്? ലാൽ ഇൽമിയിലാണ് 1876 ആധുനിക കമ്പിളി വ്യവസായം ഇന്ത്യയിൽ ആരംഭിച്ചത്. കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. ഇന്ത്യയിൽ കമ്പിളി ഉൽപ്പന്നങ്ങളുടെ പ്രധാന കേന്ദ്രം പഞ്ചാബിലെ ദരിവാളും ലുധിയാനയുമാണ്. കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കാശ്മീർ എന്നിവയാണ്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കാശ്മീർ എന്നിവയാണ് കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് പട്ടുനൂൽ വ്യവസായം. പട്ടുനൂൽ പുഴുക്കളെ മൾബറി ചെടികളുടെ ഇലകൾ നൽകി വളർത്തിയെടുത്താണ് കൊക്കൂൺ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ആ പുഴു ഒരു കൂട്ടിനുള്ളിൽ കയറിയ പോലെ ഒരു റൗണ്ട് കളറായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ലേ, ഇതിനെയാണ് ഈ കൊക്കൂൺ എന്ന് പറയുക. അപ്പം അതിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? പട്ടുനൂല് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന സിൽക്കിൻ്റെ 90% ഈ കൊക്കൂണിൽ നിന്ന് തന്നെയാണ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഈ പട്ടുനൂൽ പുഴുക്കൾക്ക് മൾബറി ചെടികളുടെ ഇലകൾ നൽകി വളർത്തിയിട്ടാണ് ആ കൊക്കൂണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ 90% പട്ടുനൂൽ വ്യവസായം അല്ലെങ്കിൽ പട്ടുനൂല് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. കർണാടക, പശ്ചിമ ബംഗാൾ, കാശ്മീർ, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് പ്രധാന ഉൽപ്പാദന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഏതിൻ്റെ? പട്ടുനൂൽ ഉൽപ്പാദന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടക, പശ്ചിമ ബംഗാൾ, കാശ്മീർ, ആന്ധ്രാപ്രദേശ് എന്നിവയാണ്. അതുപോലെ മൈസൂർ, കാഞ്ചീപുരം, വാരണാസി, ശ്രീനഗർ, മുർഷിദാബാദ് തുടങ്ങിയവയാണ് പ്രധാന സിൽക്ക് നിർമ്മാണ കേന്ദ്രങ്ങൾ. എവിടെയൊക്കെയാണ്? മൈസൂർ, കാഞ്ചീപുരം, വാരണാസി, ശ്രീനഗർ, മുർഷിദാബാദ് തുടങ്ങിയവയാണ് പ്രധാന സിൽക്ക് നിർമ്മാണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. 1832 ഹൗറയിലാണ് ആദ്യത്തെ ആധുനിക പട്ടു വസ്ത്ര നിർമ്മാണശാല ആരംഭിച്ചത്. എവിടെയാണ്? 1832 ഹൗറയിലാണ് ആദ്യത്തെ ആധുനിക പട്ടുവസ്ത്ര നിർമ്മാണശാല ആരംഭിച്ചത്. പട്ടുനൂൽ പുഴുക്കളെ ശാസ്ത്രീയമായി വളർത്തി അവയിൽ നിന്നും പട്ടുനൂൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് സെറികൾച്ചർ എന്ന് പറയുന്നത്? എന്താണ്? പട്ടുനൂൽ പുഴുക്കളെ ശാസ്ത്രീയപരമായി വളർത്തിയെടുത്തി അവയിൽ നിന്നും പട്ടുനൂൽ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെറികൾച്ചർ എന്ന് പറയുന്നത്. ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ പട്ടുനൂൽ വ്യവസായം ആരംഭിച്ചത് ഹൗറയിലാണ്. 1832 ഹൗറയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നൂൽ വ്യവസായം ആരംഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. അടുത്തത് പഞ്ചസാര വ്യവസായം. പഞ്ചസാര വ്യവസായം ഏതുമായി ബന്ധപ്പെട്ടതാണ്? കരിമ്പുമായി ബന്ധപ്പെട്ടതാണല്ലേ. നമ്മൾ കരിമ്പിൻ്റെ നീരിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? പഞ്ചസാര ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പരുത്തിത്തുണി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർഷികാടിസ്ഥാനത്തിലുള്ള വ്യവസായങ്ങളിൽ 2ാം സ്ഥാനമുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ പഞ്ചസാരക്കാണ്. പരുത്തിത്തുണി വ്യവസായം കഴിഞ്ഞാൽ കാർഷികാടിസ്ഥാനത്തിൽ വ്യവസായങ്ങളിൽ 2ാം സ്ഥാനമുള്ളത് പഞ്ചസാര വ്യവസായത്തിനാണ്. കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളിൽ 2ാം സ്ഥാനം. അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ കരിമ്പിൻ്റെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവർ വിളവെടുത്ത് കഴിഞ്ഞാൽ അധിക സമയം നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റില്ല? സൂക്ഷിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കരിമ്പിനുള്ളിലെ പഞ്ചസാരയുടെ അതായത് സൂക്രോസിൻ്റെ അംശം കുറയാൻ കാരണമാകും. ഇത് ഒരുപാട് നേരം വിളവെടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ പഞ്ചസാരയുടെ അംശം കുറയാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അത് എത്രയും പെട്ടെന്ന് ഫാക്ടറികളിൽ എത്തിക്കണം. അങ്ങനെ അത്രയും പെട്ടെന്ന് ഫാക്ടറികളിൽ എത്തിക്കണം പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഫാക്ടറികളെല്ലാം അതിന് ചുറ്റുമായിട്ട് സ്ഥാപിക്കപ്പെടണം. ഈ കരിമ്പ് കൃഷിയുടെ ചുറ്റുമായിട്ട് സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് എത്രയും പെട്ടെന്ന് മില്ലിലേക്ക് എത്തിച്ച് അതിൽ നിന്ന് നീരെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കരിമ്പ് കൃഷി ചെയ്യുന്നതിന് ചുറ്റുമായിട്ടൊക്കെ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഫാക്ടറികളും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാരയുടെ 60% ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാരയുടെ 60% നമുക്ക് ലഭിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ പഞ്ചസാര മില്ലുകൾ ഭൂരിഭാഗവും ഉള്ളത് ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ്. എവിടെയാണ്?
ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് സ്വകാര്യ മേഖലയിലെ പഞ്ചസാര മില്ലുകൾ ഭൂരിഭാഗവും ഉള്ളത്. ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പ് ഗുണമേന്മയേറിയതാണ്. മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പിന് ഗുണമേന്മ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പഞ്ചസാര ഉൽപ്പാദനത്തിൽ ചെറുതല്ലാത്ത സ്ഥാനം വഹിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്, ഹരിയാന, മഹാരാഷ്ട്ര തുടങ്ങിയവ. അപ്പോൾ നമ്മൾ നേരത്തെ ഉത്തർപ്രദേശ്, ബീഹാറിൻ്റെ കാര്യം പറഞ്ഞു. മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് 60% എന്ത് ലഭിക്കുന്നത് എന്ന് പറഞ്ഞത്, കരിമ്പ് ഉൽപ്പാദനം ലഭിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ആ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു സംസ്ഥാനമാണ് നമ്മുടെ ദക്ഷിണേന്ത്യയിലുള്ള പഞ്ചസാര അല്ലെങ്കിൽ കരിമ്പിലാണ് ഏറ്റവും കൂടുതൽ ഗുണമേന്മയേറിയത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? കർണാടക, അതുപോലെ അതിൻ്റെ തൊട്ടുള്ള ആന്ധ്രാപ്രദേശ്, താഴെയുള്ള തമിഴ്നാട്, പിന്നെ പഞ്ചാബ്, ഹരിയാന, മഹാരാഷ്ട്ര തുടങ്ങിയവയിലെല്ലാം എന്തുൽപ്പാദിപ്പിക്കുന്നുണ്ട്? പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പരുത്തി തുണി വ്യവസായം കഴിഞ്ഞതിന് ശേഷം രണ്ടാം സ്ഥാനമുള്ളത് ഏതിനാണെന്ന് നമ്മൾ പറഞ്ഞു? പഞ്ചസാര വ്യവസായത്തിനാണെന്ന് പറഞ്ഞു. കരിമ്പ് ഉൽപ്പാദനത്തിലും പഞ്ചസാര ഉൽപ്പാദനത്തിലും രണ്ടാം സ്ഥാനമുള്ളത് ഇന്ത്യക്ക് തന്നെയാണ്. കരിമ്പ് ഉൽപ്പാദനത്തിലും പഞ്ചസാര ഉൽപ്പാദനത്തിലും രണ്ടാം സ്ഥാനമാണ് ആർക്കുള്ളത്? ഇന്ത്യക്കുള്ളത്. അടുത്തത് കടലാസ് വ്യവസായം അല്ലെങ്കിൽ പേപ്പർ വ്യവസായം. ഈ പേപ്പർ വ്യവസായത്തിന് വേണ്ട അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് എന്താണ്? ഈ മുള, കരിമ്പിൻ ചണ്ടി, വൈക്കോല്, യൂക്കാലിപ്റ്റസ് തുടങ്ങിയ മൃദുവായ വൃക്ഷങ്ങൾ അസംസ്കൃത വസ്തുക്കളായ വ്യവസായത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കടലാസ് വ്യവസായം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? മുളയും കരിമ്പൻ ചണ്ടിയും വൈക്കോലും യൂക്കാലിപ്സും ഒക്കെയാണ് നമ്മൾ ഇതിന് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്നുള്ളത്. ഇന്ത്യയിൽ യന്ത്രനിർമ്മിത കടലാസ് ആദ്യമായി ഉൽപ്പാദിപ്പിച്ചത് 1870-ലാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് 1,00,000 ടൺ വാർഷികോൽപാദന ശേഷിയുള്ള 15 മില്ലുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് തന്നെ 1,00,000 ടൺ വാർഷികോൽപാദന ശേഷിയുള്ള 15 മില്ലുകൾ എവിടെയുണ്ടായിരുന്നു? നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യയിലെ യന്ത്രനിർമ്മിത കടലാസ് ആദ്യമായി ഉൽപ്പാദിപ്പിച്ചത് എപ്പോഴാണ്? 1870-ലാണ്. സാബായ് പുല്ലുകൾ ഇന്ത്യയിൽ കടലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ കടലാസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പുല്ലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സാബായ് പുല്ലുകളാണ്. ഇന്ത്യയിൽ കടലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പുല്ലുകൾ ഏതാണ്? സാബായ് പുല്ലുകൾ. ഏതാണ്? സാബായ് പുല്ലുകൾ. ഓർത്ത് വയ്ക്കുക, മാറിപ്പോണ്ട. സാബായ് പുല്ലുകൾ. നമ്മൾ ഈ മുള, കരിമ്പൻ ചണ്ടി, വൈക്കോൽ, യൂക്കാലിപ്സ് എന്ന് കണ്ട അത് കുത്താൻ നിൽക്കണ്ട. ഇന്ത്യയിൽ കടലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പുല്ലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് സാബായ് പുല്ലുകളാണ്. വർത്തമാന പത്രങ്ങൾ അച്ചടിക്കുന്ന കടലാസാണ് ന്യൂസ് പ്രിന്റ്. വർത്തമാന പത്രങ്ങൾ അച്ചടിക്കുന്ന കടലാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂസ് പ്രിന്റ് എന്ന് പറയുന്നത്. മധ്യപ്രദേശിലെ നേപ്പാനഗറാണ് ന്യൂസ് പ്രിന്റ് വ്യവസായത്തിന് ഇന്ത്യയിൽ ഏറ്റവും പേര് കേട്ടത്. ഈ ന്യൂസ് പ്രിന്റ് വ്യവസായത്തിന് ഏറ്റവും പേര് കേട്ടത് എവിടെയാണ്? മധ്യപ്രദേശിലെ നേപ്പാനഗറാണ്. നേപ്പാനഗർ. അതുപോലെ ബംഗാളും മഹാരാഷ്ട്രയുമാണ് ഈ വ്യവസായത്തിന് മുൻപന്തിയിലുള്ള സംസ്ഥാനം. എന്തിന്? കടലാസ് വ്യവസായത്തിന് മുൻപന്തിയിലുള്ളത് ബംഗാളും മഹാരാഷ്ട്രയുമാണ്. ന്യൂസ് പ്രിന്റിന് ഏറ്റവും പേര് കേട്ടത് മധ്യപ്രദേശാണ്. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വെള്ളൂരിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂസ് പ്രിന്റ് ഫാക്ടറിയാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഏതാണ്? കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വെള്ളൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വെള്ളൂരിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് കോട്ടയത്താണ്, വെള്ളൂരിലാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിൽ പേപ്പർ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഏറ്റവും വലിയ പേപ്പർ മിൽ മഹാരാഷ്ട്രയിലെ ബല്ലാർപൂറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മിൽ സ്ഥാപിച്ചത് സെറാംപൂർ, പശ്ചിമ ബംഗാൾ 1832-ലാണ്. എപ്പോഴാണ്? 1832-ലാണ് സെറാംപൂർ ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മിൽ സ്ഥാപിതമായത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവയാണ് പേപ്പർ വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ. ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മധ്യപ്രദേശിലെ നേപ്പാനഗറിലാണ്. ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ് നമ്മൾ പറഞ്ഞു അല്ലേ. കടലാസ് വ്യവസായത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ബംഗാളും മഹാരാഷ്ട്രയുമാണ്. ബംഗാളും മഹാരാഷ്ട്രയുമാണ്. നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നേപ്പാനഗറിലാണ്. ഫോട്ടോ, പേപ്പർ, ഫിലിം എന്നിവ നിർമ്മിക്കുന്ന എവിടെയാണ്? തമിഴ്നാട്ടിലെ ഉദ്യോഗ മണ്ഡലിലാണ്. തമിഴ്നാട്ടിലെ ഉദ്യോഗ
മണ്ഡലിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കൃഷി അധിഷ്ഠിത വ്യവസായവുമായി ബന്ധപ്പെട്ടത്. നമ്മൾ അത്യാവശ്യം കൃഷി അധിഷ്ഠിത വ്യവസായത്തെക്കുറിച്ചിട്ടുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ധാതു അധിഷ്ഠിത വ്യവസായമാണ് നോക്കാനുള്ളത്. അതിൽ അത്യാവശ്യം വലിയ ടോപ്പിക്കാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നോക്കാനുണ്ട് ധാതു അധിഷ്ഠിത വ്യവസായങ്ങളിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.